നമസ്കാരം. ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഗോവയിൽ സൗജന്യ വെള്ളം പദ്ധതി നിർത്തി. പകുതിയോളം ഉപഭോക്താക്കളെ ഇത് ബാധിക്കും. ഗോവയിൽ 2021 ഓഗസ്റ്റിൽ തുടങ്ങിയ സൗജന്യ വെള്ളം പദ്ധതി 2025 മെയ് 1 മുതൽ സർക്കാർ നിർത്തി. ഈ പദ്ധതി പ്രകാരം ഒരു മാസം 16,000 ലിറ്ററിൽ കുറവ് വെള്ളം ഉപയോഗിക്കുന്ന വീടുകൾക്ക് ബില്ലില്ലാതെ വെള്ളം കിട്ടുമായിരുന്നു. ഇതുവഴി ഏകദേശം 48% വീടുകൾക്ക് ഗുണം ലഭിച്ചിരുന്നു. 2021 മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് വെള്ളം ലാഭിക്കാം, സൗജന്യ വെള്ളം നേടാം എന്ന പേര് നൽകി ഈ പദ്ധതി തുടങ്ങിയത് വെള്ളം പാഴാക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ചിലർ ടാപ്പ് തുറന്നിട്ട് വെള്ളം പാഴാക്കുന്നതിനാൽ മറ്റു ചില സ്ഥലങ്ങളിൽ വെള്ളം എത്താത്ത പ്രശ്നം വന്നു. അതേസമയം ടൂറിസം കാരണം വെള്ളത്തിന് ഏറെ ഉപയോഗം വരുന്നുണ്ട്. 2023 കണക്കനുസരിച്ച് ടൂറിസം ഗോവയുടെ വരുമാനത്തിന്റെ 16.7% നൽകുന്നു. ഈ പദ്ധതി നിർത്തലാക്കാൻ കാരണം വെള്ളം കൂടുതൽ ശ്രദ്ധയോടെ ഉപയോഗിക്കാനുള്ള തീരുമാനമായേക്കാം. ഷിർഗാവോയിലെ ലൈരായി ജാത്രയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 6 മരണം. ഗോവയിലെ ബീച്ചോളമിലെ ഷിർഗാവോയിൽ ശനിയാഴ്ച പുലർച്ചെ ലൈരായി ജാത്ര ഉത്സവത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിക്കുകയും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ച 6 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ ബീച്ചോളിം, തിവിം, പിലിഗാവോ സ്വദേശികളാണ്. മരിച്ചവരിൽ 2 പുരുഷന്മാരും 2 സ്ത്രീകളും ഉൾപ്പെടുന്നു. പരിക്കേറ്റ 60 പേരിൽ 8 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ ബീച്ചോളം PHC, അസ്ലോ ഹോസ്പിറ്റൽ, മപ്സ, GMC എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഉത്സവത്തിനായി ഡ്രോണുകളും ശക്തമായ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു. SP നോർത്ത് അക്ഷത് കൗശൽ, 14 ഇൻസ്പെക്ടർമാർ, 28 സബ് ഇൻസ്പെക്ടർമാർ, 310 കോൺസ്റ്റബിൾമാർ ഉൾപ്പെടെ വിന്യസിച്ചിരുന്നു. എന്നിട്ടും തിരക്ക് നിയന്ത്രിക്കാനാകാതെ അപകടം സംഭവിച്ചു. സംഭവത്തിന്റെ കാരണം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുകയും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. 3 ദിവസത്തേക്ക് സർക്കാർ എല്ലാ പരിപാടികളും റദ്ദാക്കുന്നതായി സാവന്ത് പറഞ്ഞു. ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ തീയിൽ നടക്കൽ ആചാരം പ്രധാനമാണ്. സുരക്ഷാ വീഴ്ചകൾ ചർച്ചയാകുന്നു. ബിറ്റ്സ് പിലാനി വിദ്യാർത്ഥിയുടെ മരണം. ദുരുപയോഗം ആരോപിച്ച് കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങാൻ വിസമ്മതിച്ചു. ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ 20 വയസ്സുള്ള കൃഷ്ണ കസേരയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് കുടുംബം മൃതദേഹം ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയും സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആലോചിക്കുകയും ചെയ്യുന്നു. ലക്നൌ സ്വദേശിയായ വിദ്യാർത്ഥിയെ വ്യാഴാഴ്ച രാവിലെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സമീപ മാസങ്ങളിൽ ക്യാമ്പസിൽ സമാനമായ രീതിയിൽ നടക്കുന്ന 3ാമത്തെ ആത്മഹത്യയാണ് ഇതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സ്ഥാപനം ഉയർന്ന ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിലും ഹോസ്റ്റൽ മുറികളിൽ വാട്ടർ കൂളറുകൾ, എയർ കണ്ടീഷനിംഗ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ലൈബ്രറിയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കലങ്കുത്ത് കൊലപാതക ശ്രമത്തിൽ പ്രതികൾക്ക് 4 വർഷം തടവ്. 2013 ജനുവരിയിൽ രാജസ്ഥാൻ വിനോദസഞ്ചാരികളായ സോനു സോണിയെയും കൃഷ്ണ സോണിയെയും ആക്രമിച്ച പ്രതികളായ അലിസ്റ്റർ പുളിക്കറും കൈറ്റൻ ഡിസൂസയ്ക്കും നോർത്ത് ഗോവ കോടതി 4 വർഷത്തെ സാധാരണ തടവ് ശിക്ഷ വിധിച്ചു. പ്രതികൾ 2 പേരും ചെറുപ്പക്കാരാണെന്നത് കോടതി പരിഗണിച്ചു. ഒരാൾ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവും മറ്റൊരാൾ വൃദ്ധരായ മാതാപിതാക്കളെ പരിപാലിക്കുകയും ചെയ്യുന്നു. കോടതി ഇവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുകയും ഇവർ പതിവായി കോടതിയിൽ ഹാജരാകുന്നുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. പ്രതികൾക്ക് കോടതി ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ സാധാരണ തടവും പിഴയും ചുമത്തി പരമാവധി ഇളവ് നൽകി. കൊക്കോ ബീച്ചിലുണ്ടായ തീപിടുത്തത്തിൽ 7 ബോട്ടുകൾ കത്തിനശിച്ചു. വെള്ളിയാഴ്ച രാത്രി നേരുളിലെ പ്രശസ്തമായ കൊക്കോ ബീച്ച് പ്രദേശത്തുണ്ടായ തീപിടുത്തത്തിൽ തീരത്ത് തങ്കൂരമിട്ടിരുന്ന 7 മത്സ്യബന്ധന ബോട്ടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിശമന സേന വേഗമെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും തീ പടർന്നു പിടിക്കുകയായിരുന്നു. നാശനഷ്ടങ്ങളുടെ ഔദ്യോഗിക കണക്ക് ഇനിയും പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. എങ്കിലും പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബോട്ടുകളിൽ കത്തുന്ന വസ്തുക്കൾ ഉണ്ടായിരുന്നോ എന്നും തീ എങ്ങനെ തുടങ്ങി എന്നതിനെക്കുറിച്ചും അധികൃതർ പരിശോധിച്ചു വരികയാണ്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികൾ മെച്ചപ്പെടുത്തണമെന്ന് നാട്ടുകാർ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.